ശ്രീലങ്കയിൽ കനത്ത നാശം വിധിച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാളെ വൈകിട്ടോടെ ന്യൂനമർദ്ദമായി മാറും. തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ്. കനത്ത മഴയിൽ തമിഴ്നാട്ടിൽ 3 പേർ മരിച്ചു. ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റിൽ 159 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കാറ്റിലും മഴയിലുമാണ് 3 പേർ മരിച്ചത്. തൂത്തുക്കുടി, തഞ്ചാവൂർ, മയിലാടുതുറ എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. 234 വീടുകൾ തകർന്നു. 38 ക്യാമ്പുകളിലായി 2393 പേർ കഴിയുന്നുണ്ടെന്നും റവന്യൂ മന്ത്രി KKSSR രാമചന്ദ്രൻ അറിയിച്ചു. തഞ്ചാവൂർ, നാഗപട്ടണം തുടങ്ങിയ ജില്ലകളിൽ ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. നിലവിൽ ചെന്നൈ തീരത്തു നിന്നും 180 കിലോമീറ്റർ അകലെയാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. 12 കിലോമീറ്ററാണ് കാറ്റിന്റെ വേഗം. ഇന്ന് വൈകിട്ടോടെ തീവ്ര ന്യൂനമർദ്ദമാകും. 24 മണിക്കൂറിനുള്ളിൽ ചെന്നൈ തീരത്തിന് സമീപത്തേക്കെത്തും. അപ്പോഴേക്കും ശക്തി ക്ഷയിച്ച ന്യൂനമർദ്ദമാകും. ചുഴലിക്കാറ്റ് കരയോടടുക്കുമ്പോൾ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. ചെന്നൈയിലെ മറീന, പട്ടണപ്പാക്കം, ബസന്ത് നഗർ തുടങ്ങിയ ബീച്ചുകളിൽ സഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ഡിറ്റ്വ നാശം വിതച്ച ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രാജ്യത്ത് മരണം 159ആയി. 191 പേരെ കാണാതായി. ഇന്ത്യൻ നാവികസേനയും NDRF സംഘവും ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. രാജ്യത്ത് പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.